അമ്മേ ചായ. അതിനെന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഓളല്ലേ അവിടെ ചായ വെച്ചത്? നിങ്ങൾ അമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ? ഈ എന്നെ കൊടുത്താൽ മതി. വിട്ടുകളാം. നാട്ടുകാർ പറയുന്നത് കേട്ടിട്ട് നിങ്ങളെന്തിനാ വെറുതെ? നമുക്ക് കുഞ്ഞൊന്നും വിധിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. എനിക്കും അടുത്തടാ. വീട്ടിലാണെങ്കിൽ കയറാനും തോന്നുന്നില്ല. ഇപ്പൊ എന്റെ പ്രശ്നം എന്താ? പുതിയതൊന്നല്ല, പഴയ തന്നെ. നാട്ടുകാർ ചോദിക്കുന്നതിന് കണക്കിട്ട് ഓള് കരഞ്ഞങ്ങ് വലിക്കും. അമ്മയാണെങ്കിൽ അതിനും അപ്പുറം. രണ്ടിനും ഇടയിൽ കിടന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. നാട്ടുകാർക്ക് മിസ്റ്റേക്കാടാ. ഈനൊരു ചാർട്ടുണ്ട്, ഈ അത് കണ്ടില്ല? ചാർട്ടാ? എന്ത് ചാർട്ട്? എടാ, ഈ പെണ്ണുങ്ങൾക്ക് ഗർഭമാവുന്നതും ആവാത്തതുമായിട്ടുള്ള ദിവസങ്ങളുണ്ട്. അതിൻ്റെ ഒരു ചാർട്ടും ഉണ്ട്. അതായത് അല്ല, ഇതിൻ്റെ അകത്ത് ആകെ 28 ദിവസമല്ലേ ഉള്ളൂ. അപ്പൊ ഫെബ്രുവരിയിലേ നടക്കൂ. എന്തിനാണ് സന്തോഷേ? അല്ല, ഇനി ഇങ്ങനത്തെ സെറ്റപ്പ് എല്ലാം ഉണ്ട്. പിന്നെ അടിപൊളി. ഗൾഫിൽ നമ്മൾ ചെങ്ങായിയാണ് ഇത് കാണിച്ചു തന്നെ. ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ നാട്ടില്. പെട്ടെന്ന് പിടിക്കാൻ എന്താ ചെയ്യണ്ടെന്ന് വെച്ചപ്പോ നെറ്റിന്ന് എടുത്തു തന്നത്. ദാ ഇതിൽ ചുവന്ന കളറിൽ കാണിക്കുന്ന കണ്ട, ഈ ദിവസങ്ങളിൽ പിടിക്കാൻ ചാൻസ് കൂടുതലാ. ഈ ചോപ്പിൽ തന്നെ 14-ാമത്തെ ദിവസം കട്ടിച്ചോപ്പ് കാണിക്കുന്ന കണ്ട, ഈ ദിവസം നഗല ഫുൾ സയൻസാ. ഇനി ആദ്യം ഓൾഡ് ഡേറ്റ് കൃത്യം ചോദിച്ച് മനസ്സിലാക്കാൻ നോക്ക്. എന്നിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ നീക്കാൻ മോനെ. ഇന്റെ പ്രശ്നം സോൾവ്. അയ്യോ ശുക്രേ, എനക്കോ ഇക്കട്ടെ, ഗുണമുള്ള കാര്യമാണ്. എടാ, നീ ആ ചാർട്ടില് പച്ചക്കളറിൽ കാണിക്കുന്നത് കണ്ട? സേഫ് പീരീഡ് എന്ന് എഴുതിയിട്ടുണ്ടോ? ആ പീരീഡിൽ പിടിച്ച 3 ഇപ്പം വീട്ടിൽ തേരാപ്പറ നടക്കുന്നത്. ഇപ്പോളായിട്ടുള്ളത് പച്ച. നീ റെയർ പീസല്ലടാ. റെഡ് ആറിട്ട് ശുക്രേ. ഈ ആ ചാട്ട എൻ്റെ അയച്ചാട്ടെ, ഓക്കൊന്ന് കാണിച്ചു കൊടുക്കാല. സെന്റ് 18-ഉം 2-20-ഉം ഈ ചാർട്ടിൽ പറയുന്ന പോലെയാണെങ്കിൽ 21-നാണ് ഡേറ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി 4 ദിവസം കൂടി റിമൈൻഡറിലിടാം. ചിലപ്പോൾ മറന്നുപോയല്ല. അല്ലപ്പാ, എന്തെന്നും പറഞ്ഞിടും. നമുക്കേ കൺമണി നട്ടാലോ? ആണോ? ഇത് മതി. അപ്പൊ അതുവരെ റെസ്റ്റ്. നകുലേട്ടാ, ഈ ചാർട്ടിൽ പറയുന്നതെല്ലാം കറക്റ്റ് ആയിരിക്കോ? മോളെ, ഫുൾ സയൻസാ. അതെ, ഇതിവിടെ ഇരിക്കട്ടെ, ഇല്ലെങ്കിലേ സയൻസ് തോക്കും. സയൻസ് തോക്കണം എനിക്ക് ഇഷ്ടമല്ല. അമ്മ ഈന്തപ്പഴം പേപ്പർ എവിടെ വെച്ചിനി? എനിക്കെന്തിനാ ഈന്തപ്പഴോ തിന്നാൻ, അല്ലാണ്ട് എന്തിന്? ആറ്റത്തെ ഷെൽഫിലുണ്ട്, എടുത്ത് അടച്ചു വെക്കണേ. അമ്മക്ക് ഡൗട്ട്
അടിച്ചിട്ടുണ്ടാവൂലല്ലോ അല്ലേ? ഏയ് ഓവർ ആക്ടിങ് ആയതുകൊണ്ട് തീരെ അടിച്ചിട്ടുണ്ടാവില്ല. ആണോ? ലൈറ്റ് ഓഫ് ആകട്ടെ. വേണോ? വേണം. നല്ലോണം പ്രാർത്ഥിക്കണേ. ഇതിനൊക്കെ എങ്ങനെ പ്രാർത്ഥിക്കുക? പിന്നെ പ്രാർത്ഥിക്കണ്ട്. എന്നാ പ്രാർത്ഥിച്ചേക്കാം. എന്റെ അയ്യപ്പ, അല്ലല്ലല്ല, എന്റെ കൃഷ്ണ, സോറി അയ്യപ്പ. റിമൈൻഡറാ. നല്ല ടൈമിങ്. ഓ പണ്ടാരം. രാജമ്മേ, എന്തേലും എന്തേലും കുറച്ച് ലഡുവാന്ന്. ലഡുവോ? ഞമ്മളെ റഫീഖിൻ്റെ ഒക്കെ വിശേഷാന്ന്. കാര്യം നിക്കാ കഴിഞ്ഞിട്ട് ഒരു മാസേ ആയിനുള്ളൂ. അല്ല കാത്ത്. രാജമ്മേ, ഞമ്മക്കറിയുന്ന ഒരു മുക്രിയുണ്ട്. ഓരോതിയ ചരട് കെട്ടിയാ വയറ്റിലുണ്ടാവും. അതെ. ആ ഞമ്മളെ പെങ്ങൾ ആയിഷന്റെ മോള് സുൽഫത്ത് ഓക്കെങ്ങനെ വയറ്റിലുണ്ടായിനി? ഓരോതിയ ചരട് കെട്ടിയിട്ടല്ലേ. ഓനോടും ഓളോടും പറ, ഒരീസം അയാളെ പോയിട്ട് കാണാൻ. നീ വിഷമിക്കല്ലപ്പാ, ഞമ്മള് വരുന്നേ. ഹായ്, എന്തെന്നാ അത്? ലഡുവാ? ഫാത്തിമ എന്ന റഫീഖിനൊക്കെ വിശേഷമായി. ഫാത്തിമയ്ക്ക് ഒരു മുക്രി അറിയാൻ പോലും. എന്തേനു, നിങ്ങൾക്ക് മതം മാറാൻ വല്ല പ്ലാൻ ഉണ്ടോ? അയാള് ചരടേപ്പിച്ചെന്ന കുഞ്ഞിണ്ടാവുന്ന ഫാത്തിമ പറയുന്നത്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ആടുന്ന് ഇടുന്ന് കേട്ടാൽ ഇവിടെ നടത്താനായിട്ട്. അതല്ലടാ, നിനക്ക് ആ സുൽഫത്തിനെ അറിയില്ലേ? ആയിഷന്റെ മോള്. ഓക്ക് കുഞ്ഞിണ്ടായത് ഇയാള് ജപിച്ചു കൊടുത്ത ചരട് കെട്ടിട്ടാന്ന്. ആ മുക്കറിനെ സുൽഫത്തിന് ചരടി കൊടുത്തു. എന്ത് പറഞ്ഞാലും തർക്കത്തിര. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യ്. അമ്മേ, അമ്മേ, ഇനി ചരടൊന്നും കെട്ടേണ്ടി വരില്ല കേട്ടാ. എൻ്റെ പീരീഡ്സ് എത്തിയിട്ട് 5 ദിവസമായി. എന്റെ കൃഷ്ണ, എല്ലാം നല്ല വിധത്തിലായ വെളിച്ചെണ്ണ കത്തിക്കാമേ.